അത് പ്ലാസ്റ്റിക്കുകൾ ഒട്ടിക്കാം, തടി ഒട്ടിക്കാം, മെറ്റലുകൾ ഒട്ടിക്കാം. കോൺക്രീറ്റിൽ വിള്ളലുണ്ടായാൽ ആ വിള്ളൽ ഭാഗത്ത് ഈ പശ ഒഴിച്ചു കൊടുത്താൽ ആ വിള്ളലിൽ കൂടെ പിന്നെ ഒരിക്കലും മഴവെള്ളം ചോരില്ല. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് വേസ്റ്റ് ഡിസ്പോസൽ. വേസ്റ്റുകൾ എവിടെ കളയും, എങ്ങനെ കളയും, അത് ഭൂമിക്ക് പ്രശ്നമുണ്ടാക്കുമോ? ഇപ്പോൾ പലയിടത്തും നടക്കുന്ന എന്താ, ഒരിടത്തുനിന്നുള്ള വേസ്റ്റ് പറക്കി കൊണ്ടുപോയി വേറൊരിടത്തിടും. അപ്പോൾ നമ്മുടെ വീട്ടിലെ വേസ്റ്റ് മാറി കിട്ടി, പക്ഷെ ആ വേസ്റ്റ് ഭൂമിയിൽ വേറൊരിടത്ത് വീണു. അപ്പോൾ ഭൂമി എന്തായാലും മലിനമാവുകയാണ്. അപ്പം ഇന്ന് നമ്മൾ സാധാരണ ഉപയോഗിച്ച് വേസ്റ്റായി പോകുന്ന ഒരു സാധനം എങ്ങനെ നന്നായിട്ട് നമുക്ക് തന്നെ ഉപയോഗിക്കാം, അത് പരിചയപ്പെടുത്തലാണ് എൻ്റെ ഉദ്ദേശം. അതാണ് ബെസ്റ്റ് ഫ്രം ദ വേസ്റ്റ്. ഇന്നത്തെ പ്രോഗ്രാമിൽ ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന ഒരു വേസ്റ്റ് തെർമോക്കോളാണ്. പല സാധനങ്ങളും വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വേസ്റ്റാണ് തെർമോക്കോൾ. ഇത് ഭൂമിയെ ഒരുപാട് മലിനപ്പെടുത്തുന്ന സാധനം. എന്നാൽ ഈ തെർമോക്കോൾ ഉപയോഗിച്ച് നമുക്ക് ഉഗ്രമായ ഒരു പശ ഉണ്ടാക്കാം. അത് പ്ലാസ്റ്റിക്കുകൾ ഒട്ടിക്കാം, തടി ഒട്ടിക്കാം, മെറ്റലുകൾ ഒട്ടിക്കാം. കോൺക്രീറ്റിൽ വിള്ളലുണ്ടായാൽ ആ വിള്ളൽ ഭാഗത്ത് ഈ പശ ഒഴിച്ചു കൊടുത്താൽ ആ വിള്ളലിൽ കൂടെ പിന്നെ ഒരിക്കലും മഴവെള്ളം ചോരില്ല. ഇങ്ങനെ പലവിധ ഉപയോഗമുള്ള ഒരു പശ ഉണ്ടാക്കാം. ഇതിന് വേണ്ടത് 1 തെർമോക്കോൾ വേസ്റ്റ്, 2 അല്പം പെട്രോൾ. ഇനി ഇതിനെ പശയാക്കാൻ ഒരു പാത്രം വേണം. പാത്രം തന്നെ വേണമെന്നില്ല, ഒരു ചിരട്ട എടുത്താലും മതി. അപ്പം നമുക്ക് വേറെ ചിലവൊന്നുമില്ല. ചിരട്ടയാണ് എടുക്കുന്നതെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, 2 തരം ചിരട്ടയുണ്ട്. ഒന്നിങ്ങനെ 3 കണ്ണുള്ള ചിരട്ട, കണ്ണൻ ചിരട്ട, കണ്ണില്ലാത്ത ചിരട്ട, മൂടൻ ചിരട്ട ഉപയോഗിച്ചാൽ മതി. കാരണം ഈ കണ്ണൻ ചിരട്ടയിൽ ഒരു ഭാഗം കണ്ണ് വളരെ സോഫ്റ്റാണ്. നമുക്ക് ഇടയ്ക്ക് ഇതിട്ട് ഇളക്കേണ്ടിയൊക്കെ വരും. ഇളക്കുന്ന സമയത്ത് ഇതിൽ ഒരു കണ്ണ് പൊട്ടിപ്പോയി അതുവഴി എല്ലാം ലീക്ക് ചെയ്യും. അതുകൊണ്ട് കണ്ണൻ ചിരട്ട ഗോ ബാക്ക്, അത് നമുക്ക് വേണ്ട. മൂടൻ ചിരട്ട നമുക്ക് ഉപയോഗിക്കാം. ഞാൻ ഈ മൂടൻ ചിരട്ടയിൽ കുറച്ച് പെട്രോൾ എടുക്കുകയാണ്. ഏത് പാത്രത്തിലും എടുക്കാൻ കേട്ടോ, പ്ലാസ്റ്റിക് പാത്രത്തിലോ മെറ്റൽ പാത്രത്തിലോ എന്തിനും നിങ്ങൾക്ക് എടുക്കാം. ഇതൊരു വേസ്റ്റ് സാധനം ആയതുകൊണ്ട് ഞാൻ ബെസ്റ്റ് ഫ്രം ദ വേസ്റ്റ് പറഞ്ഞുകൊണ്ട് എല്ലാം വേസ്റ്റ് തന്നെ ഉപയോഗിക്കുന്നതേ ഉള്ളൂ. ചിരട്ടയിൽ കുറച്ച് പെട്രോൾ ഒഴിക്കുന്നു. പശ കുറച്ച് ആവശ്യമുള്ളെങ്കിൽ കുറച്ച് പെട്രോൾ ഒഴിക്കുക, കൂടുതൽ പശ ആവശ്യമുള്ളവർ കൂടുതൽ പെട്രോൾ ഒഴിക്കുക. പെട്രോൾ ഒഴിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ കുപ്പി അടച്ചേക്കണം. കഴിയുമെങ്കിൽ അതിന് ഒരു ഷീറ്റൂടെ കൊണ്ട് ഇങ്ങനെ മൂടിയിട്ടേക്കുക. കാരണം പെട്ടെന്ന് വേപ്പറാവുന്ന ഒരു സാധനമാണ് പെട്രോൾ എടുത്തു. ഇനി ഞാൻ തെർമോക്കോൾ കയ്യിലെടുത്തു. ചെറിയ കഷ്ണമായിട്ട് തെർമോക്കോൾ പെട്രോൾ ഇടുകയാണ്. ഇതാ നോക്കൂ, ഞാൻ തെർമോക്കോൾ ഇട്ടപ്പോൾ ഉടനെ തന്നെ അത് പെട്രോളിൽ ഡിസോൾവ് ചെയ്തു. ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി ഇടുക, എങ്കിൽ പെട്ടെന്ന് ഡിസോൾവ് ചെയ്തോളൂ. വലിയ കഷ്ണമാണെങ്കിൽ സമയം കൂടുതലെടുക്കും. ഇങ്ങനെ എത്രത്തോളം തെർമോക്കോൾ ഇടണം, അതൊരു നല്ല കട്ടിയുള്ള പശയാവുന്നത് വരെ തെർമോക്കോൾ ഇടുക. എത്രത്തോളം കട്ടിയാവുന്നോ അത്രത്തോളം നല്ലത്. അതുകൊണ്ട് ഞാൻ തെർമോക്കോൾ വീണ്ടും ഇടുകയാണ്. അത് പെട്രോളിൽ അലിഞ്ഞു ചേരുന്നുണ്ട്. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കണമെന്ന് വലിയ നിർബന്ധമല്ല, കുറച്ച് കഴിഞ്ഞിട്ട് ഇളക്കിയാലും മതി. വീണ്ടും കുഞ്ഞു പീസുകൾ ഇടുക. അങ്ങനെ ഞാൻ തെർമോക്കോൾ ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. വേഗം അരിയാൻ വേണ്ടിയാണ്
ഞാൻ കുഞ്ഞു കുഞ്ഞു പീസുകളാക്കി ഇടുന്നത്. പൊട്ടിച്ചെടുത്ത ചെറിയ കഷ്ണത്തെ വീണ്ടും കുഞ്ഞു കഷ്ണങ്ങളാക്കിയാണ് ഞാൻ പെട്രോളിൽ ഇടുന്നത്. അത് ഡിസോൾവ് ചെയ്യാനായിട്ട് നമ്മളൊന്നും ചെയ്യേണ്ടതില്ല, തന്നെത്താനെ ഡിസോൾവ് ചെയ്തോളും. വെറുതെ ഇട്ട് കൊടുത്താൽ മാത്രം മതിയാകും. ഇത് നല്ല കട്ടിയുള്ള ഒരു പേസ്റ്റ് ആകുന്നത് വരെ തുടരുക. ഒരു കട്ടിയുള്ള പേസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ഉജ്ജ്വല പശയാണ്. തെർമോക്കോൾ കുറച്ചധികം വേണ്ടി വരും കേട്ടോ, അത് നല്ലതുമാണ്. അത്രത്തോളം തെർമോക്കോൾ നമുക്ക് ഭൂമിയിലേക്ക് വേസ്റ്റായിട്ട് ഇടുന്ന ഒഴിവാക്കാമല്ലോ. ഇത് കത്തിച്ച് കളയാനും പാടില്ല കേട്ടോ. പൊതുവെ ഒരു വേസ്റ്റ് നിങ്ങൾ കത്തിക്കരുത്, ഒരു വേസ്റ്റും കത്തിക്കരുത്. കാരണം കത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുമെങ്കിലും ചിലപ്പോൾ കാർബൺ മോണോക്സൈഡും ഉണ്ടാകും. കാർബൺ മോണോക്സൈഡ് ഉണ്ടായാലൊരു പ്രശ്നം, ആൾക്കാർ ശ്വസിക്കുമ്പോൾ അതോടെ അകത്തോട്ട് വലിച്ചു കയറ്റും. ബ്ലഡ് ഈ കാർബൺ മോണോക്സൈഡിനെ അതിവേഗം അങ്ങ് ഡിസോൾവ് ചെയ്യും ബ്ലഡിൽ. അപ്പോൾ കാർബോക്സി ഹീമോഗ്ലോബിൻ എന്നൊരു സാധനം ഉണ്ടാകും. അത് രക്തത്തിൻ്റെ കട്ടി കൂട്ടും. പിന്നെ ഹാർട്ടിന് ആ ബ്ലഡിനെ പമ്പ് ചെയ്യാൻ നേരെ കഴിയില്ല. മുട്ടിന് താഴെ ഇറങ്ങിയ ബ്ലഡൊന്നും പിന്നെ പമ്പ് ചെയ്ത് മോളിൽ കയറ്റാൻ കഴിയില്ല. പിന്നെ കാലൊക്കെ മുറിച്ച് മാറ്റേണ്ട ഗതിയായിട്ട് വരും. അതുകൊണ്ടാണ് വേസ്റ്റുകൾ കത്തിക്കരുത് എന്ന് പറയുന്നത്. ഒരു വേസ്റ്റും കത്തിച്ച് ഡിസ്പോസ് ചെയ്യരുത്. ഞാൻ തെർമോക്കോൾ ഇടുന്ന് തുടരുകയാണ്. കാരണം നല്ല കട്ടിയുള്ള ഒരു പേസ്റ്റ് ആയില്ല. അതാകുന്നത് വരെ തെർമോക്കോൾ ഇങ്ങനെ ഇടണം. ഇപ്പോൾ കുറേ തെർമോക്കോൾ ലയിച്ച് ചേർന്നത് കൊണ്ട് ഇനി നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഡിസോൾവ് ചെയ്യാത്ത അവസ്ഥയിൽ എത്തിയേക്കാം. കാരണം അതിനകത്തുള്ള പേസ്റ്റിൻ്റെ അളവ് കൂടി വരുന്നു, പെട്രോളിൻ്റെ അംശം കുറഞ്ഞു വരുന്നു. ഇങ്ങനെ തറയിൽ വീഴുന്ന പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് ഇതിനകത്ത് തന്നെ ഇടാം. അല്ലെങ്കിൽ പിന്നെ നമ്മളിത് മുറി തൂത്ത് വൃത്തിയാക്കുമ്പോൾ ഈ വേസ്റ്റൊക്കെ ഭൂമിയിൽ തന്നെ പോകും. വീട്ടിൽ തെർമോക്കോൾ വേസ്റ്റ് ഉള്ളവരെല്ലാം വീട്ടിൽ എന്തെങ്കിലും സാധനം പൊട്ടിപ്പോയാൽ ഇനി നന്നാക്കേണ്ടത് ഇപ്രകാരം തന്നെ ചെയ്യണം. നിങ്ങളുടെ കാശ് ലാഭിക്കുക എന്നുള്ളതല്ല ലക്ഷ്യം. തെർമോക്കോൾ എന്ന വേസ്റ്റ് ഭൂമിയിലോട്ട് ഇടണ്ട, അത് ഭൂമിയിലിടുന്ന ഒഴിവാക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഇനിയിപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ആ പേസ്റ്റായ ഭാഗമെല്ലാം ഒരുമിച്ചും പെട്രോൾ അല്ലാതെയുമായിട്ട് മാറിക്കിട്ടും. അതുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലത്. ഇപ്പോൾ തന്നെ നല്ല കട്ടിയുള്ളൊരു പേസ്റ്റ് ആയി കഴിഞ്ഞു. പക്ഷേ പെട്രോൾ ഇനിയും കുറച്ച് ശേഷിക്കുന്നുണ്ട്. ആ പെട്രോളും പാഴാകരുതല്ലോ. അതുകൊണ്ട് ഞാൻ തെർമോക്കോൾ വീണ്ടും ഇടുന്നു. ഇതാ നോക്കൂ, ഇപ്പോൾ ഒരു കട്ടിയുള്ള പേസ്റ്റായി. വേണമെങ്കിൽ അല്പം കൂടി ഈ കുഞ്ഞു പൊടികളൊക്കെ തറയിൽ കിടക്കുന്നതൊക്കെ പറക്കിയിട്ട് നമ്മൾ ചെയ്ത ഭാഗത്ത് ഉണ്ടായ തെർമോക്കോൾ പൊടികൾ എന്തായാലും കുറച്ച് വീഴും. അതത്രയും പറക്കിയെടുത്ത് അതുകൂടെ ഇതിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു പൊടി പോലും ഭൂമിയിൽ വീഴുന്നില്ല എന്ന് അങ്ങനെ ഉറപ്പ് വരുത്താം. അത് ഇട്ടതുകൊണ്ട് ഇന്നിപ്പോൾ പെട്രോളിൻ്റെ അംശം കുറവായതുകൊണ്ട് നന്നായിട്ട് ഇളക്കേണ്ടി വരും. പെട്രോളിൻ്റെ അംശം ഉണ്ടായിരുന്ന സമയത്താണെങ്കിൽ തന്നെ ഡിസോൾവ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ തെർമോക്കോൾ പൂർണ്ണമായും ലയിച്ചു ചേർന്നു. നല്ല കട്ടിയുള്ള പേസ്റ്റ് കിട്ടി. ഞാൻ പേനിടാൻ
ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലാസ്റ്റിക് പാത്രത്തിന് അടിവശം പൊട്ടിപ്പോയി. ഇങ്ങനെ ചെറിയ പ്ലാസ്റ്റിക് പാത്രം ചെറിയ പൊട്ടൽ വീണാൽ നമ്മൾ എന്താ ചെയ്യുക? എടുത്തങ്ങ് കളയും. അതും കളയണ്ട. ആ പൊട്ടിപ്പോയ വേസ്റ്റായ പ്ലാസ്റ്റിക് പാത്രം ഞാനിവിടെ വയ്ക്കുന്നു. ഇനി ആ പൊട്ടിയ ഭാഗങ്ങൾ ഒട്ടിക്കാൻ പോവുകയാണ്. ഈ പശ എടുത്ത് ഈ പൊട്ടിയ ഭാഗങ്ങളെല്ലാം ഇങ്ങനെ തേക്കുകയാണ്. പൊട്ടൽ വീണ ഭാഗങ്ങളെല്ലാം. ഇതാ പൊട്ടൽ വീണ ഭാഗങ്ങളിലെല്ലാം പശ തേച്ച് കഴിഞ്ഞു. ഇനി 30 മണിക്കൂറോളം ഇത് അനക്കാതെ ഒന്ന് വെച്ചേക്കുക. നന്നായിട്ട് ഒട്ടിപ്പിടിച്ച് കഴിയും. പിന്നെ ഈ പാത്രം വെള്ളം എടുക്കാൻ വരെ ഉപയോഗിക്കാം. ഇനി ഈ പാത്രത്തിനകത്ത് നിങ്ങൾ ഈ പശ വെച്ചാൽ അത് പിന്നെ ഉപയോഗിക്കുമ്പോൾ ആ പശ വെളിയിൽ കാണും. അത് ഒരു ഭംഗി കുറവാണെന്ന് തോന്നുന്നവർ ഇങ്ങനെ ഒട്ടിക്കേണ്ട. പാത്രം ഇങ്ങനെ തിരിച്ചു വെച്ചിട്ട് അടിഭാഗത്ത് ഇങ്ങനെ പേസ്റ്റ് കൊടുക്കുക. പേസ്റ്റ് അടിഭാഗത്ത് തേച്ച് കൊടുക്കുക. അപ്പോഴും അത് ഒട്ടി കിട്ടും. അപ്പോൾ ഉണങ്ങിക്കഴിഞ്ഞ് നമ്മൾ പാത്രം എടുത്ത് ഉപയോഗിക്കുമ്പോൾ ഈ പശയുടെ ഭാഗം ഈ പാത്രം കാണുന്നവർ കാണില്ല. അതുകൊണ്ട് പശ വേണമെങ്കിൽ ഇങ്ങനെ അടിഭാഗത്തും തേക്കാം. പക്ഷെ അകത്താണ് തേക്കുന്നതെങ്കിൽ ഈ ഭാഗം നല്ല പ്രസ്ഡായിരിക്കുമ്പോഴത്തേക്ക് ഒരു നല്ല യൂണിഫോമിറ്റി വരും. ഇതിന് അത്രത്തോളം യൂണിഫോമിറ്റി കിട്ടില്ല. അല്ലെങ്കിൽ അടിയിൽ എന്തെങ്കിലും സപ്പോർട്ട് കൊടുത്തിരുന്നാൽ മതി, അടിവശത്ത് കൊടുക്കും, എങ്കിലും യൂണിഫോമിറ്റി കിട്ടുകയും ചെയ്യും. ഇപ്രകാരം നിങ്ങൾക്ക് വേസ്റ്റായി പോയ തെർമോക്കോൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് തന്നെ പശയുണ്ടാക്കി പൊട്ടിപ്പോയ പ്ലാസ്റ്റിക് പാത്രങ്ങളും മറ്റും വലിച്ചെറിയാതെ അതിനെ ഒട്ടിച്ചെടുത്ത് വീണ്ടും ഉപയോഗിക്കുകയും നാളെയും വേണ്ടുന്ന ഭൂമിയെ സംരക്ഷിക്കാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരായിരിക്കണം. നമ്മുടെ പഴയ തലമുറക്കാർ ഭൂമിയെ സംരക്ഷിച്ചതുകൊണ്ടാണ് നമ്മൾ ഇന്ന് സുഖമായിട്ട് ജീവിക്കുന്നത്. ഇതുപോലെ ഭാവി തലമുറയ്ക്ക് ഒരു സുരക്ഷാ പാത നമ്മളുണ്ടാക്കണം. നിങ്ങളിപ്പോൾ വിചാരിക്കും, ഞാനൊരു കൊച്ചു പ്ലാസ്റ്റിക് പാത്രം ഒരു കൊച്ചു തെർമോക്കോൾ വെച്ച് ഒട്ടിച്ചപ്പോൾ ഭൂമി അങ്ങ് വലിയ മലിനീകരണത്തിൽ നിന്ന് രക്ഷിച്ചോ? ഇല്ല. പക്ഷേ ഞാൻ ചെയ്തതുപോലെ കോടിക്കണക്കിന് ആൾക്കാർ ചെയ്യുമെങ്കിൽ ഭൂമിയിൽ വീഴുന്ന മാലിന്യത്തിന്റെ അളവ് ടൺ കണക്കിന് ദിവസവും കുറയ്ക്കാൻ കഴിയും. അങ്ങനെ ഭൂമിയെ ഒരുപാട് സംരക്ഷിക്കാൻ നമുക്ക് കഴിയും. അങ്ങനെ ഭൂമിയെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.